പറയൂ, നിനക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങ് സഭയിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ പിതാവേ, അത് ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അതായത് പിതാവ് പിതാവും പിന്നെ പുത്രൻ പുത്രനുമാണെന്ന് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ പുത്രനും തമ്മിൽ തീർച്ചയായും വളരെ വലിയ അന്തരമുണ്ട്. ഇപ്പോൾ ആ അന്തരമുണ്ടല്ലോ, അതെനിക്ക് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങ് വേഗം ഒരു കാര്യം പറയൂ പിതാവേ. അങ്ങ് അങ്ങയുടെ ഈ മകനെ എല്ലാവർക്കും മുന്നിൽ വെച്ച് തീ കനലുകൾക്ക് മുകളിലൂടെ നഗ്നപാതനായി നടക്കാൻ പറഞ്ഞില്ലേ? അങ്ങ് എന്നെ അപമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങക്ക് എന്താണ് തോന്നിയത്? പറയൂ വേഗം. പറയോ, അങ്ങക്ക് തോന്നിയ കാര്യം എന്താണെന്ന്. എന്റെ പാദങ്ങൾ ആ തീ കനലുകളിലെ ജ്വാലയിൽ അമരുമ്പോ പിന്നെ അവർക്ക് മുന്നിൽ എന്റെ തല കുനിഞ്ഞപ്പോ അങ്ങക്ക് സന്തോഷമാണോ ഉണ്ടായത്? തൃപ്തിയായോ അങ്ങേക്ക്? പറയോ, സന്തോഷമായോ അങ്ങേക്കെന്ന്? അതെ, സന്തോഷം കിട്ടി. സന്തോഷമായി എനിക്ക്. നീ ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്തമായിരുന്നു അത്. നീ ചെവി കൂർപ്പിച്ച് കേട്ടോ. നിന്റെ രീതികൾ മാറ്റിയില്ലെങ്കിൽ എനിക്കിപ്പോഴും നിന്നിൽ നിന്ന് യുവരാജാവിന്റെ പട്ടമെടുത്തു മാറ്റാനാകും. മുഴുവൻ അധികാരവും എടുത്തു മാറ്റാൻ കഴിയും. അങ്ങ് ചെയ്ത കാര്യമുണ്ടല്ലോ, അത് തീരെ ശരിയായില്ല. ഇപ്പൊ പറഞ്ഞതും ശരിയായില്ല, ഒട്ടും ശരിയായില്ല. ഇനി അങ്ങ് എന്നോട് ചെയ്ത പ്രവൃത്തിക്കുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളൂ എന്റെ പൂജ്യനായ പിതാവേ. ചക്രവർത്തിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. വേഗം പോയി കൊട്ടാര വൈദ്യനെ വിളിക്കൂ. എടുക്ക്. ഇനി കുറച്ചു നേരത്തെ കാത്തിരിപ്പ് മാത്രം. പിന്നെ ഈ ചക്രവർത്തിയുടെ കിരീടം എന്നേക്കും നിന്റെ ശിരസിലായിരിക്കും സ്ഥാനം. ഒരു മകനേക്കാൾ വലുതായി ഒരു അച്ഛന് മറ്റൊന്നുമില്ല. എന്റെ എല്ലാ സ്വത്തും, എന്റെ എല്ലാം ഇവനായിരുന്നു. ഇനി ഞാൻ എന്ത് പറഞ്ഞ് അവന്റെ അമ്മയെ ആശ്വസിപ്പിക്കും? ഒരു മകൻ മരിച്ച അമ്മയുടെ ദുഃഖവും പിതാവിന്റെ ദുഃഖവും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എന്നെ വിശ്വസിക്കുക, എന്റെ മകൻ നിരപരാധിയാണ്. അവനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാം, നിങ്ങളുടെ വേദന ഇല്ലാതാക്കാൻ ഒരു മരുന്നിന് സാധ്യമല്ലാന്ന്. അങ്ങയുടെ നഷ്ടം ഒരിക്കലും നികത്താനാവില്ല. പക്ഷെ എന്നെ വിശ്വസിക്കുക, യേശു ഒന്നും ചെയ്തിട്ടില്ല. സഹോദരൻ പറയുന്നത് ശരിയാണ് ഗ്രാമമുഖ്യ. ഇനി നിങ്ങൾ ഒന്നും പറയണ്ട.
അവൻ കൊലപാതകിയാണ്. കൊലപാതകിയാണ്. അവൻ കൊലപാതകിയാണ്. പുറത്തേക്ക് വിട്. അവനെ പുറത്തേക്ക് വിടാൻ. അവൻ കൊലപാതകിയാണ്. അവനെ പുറത്തേക്ക് ഇറക്കി വിടാൻ. അവൻ നിങ്ങൾ കൊലപാതകിയാണ്. ഇടയ്ക്ക് കയറി സംസാരിക്കാനൊന്നും പോകണ്ട. ഇല്ലെങ്കിൽ അവരുടെ ക്രോധത്തിന് നമ്മൾ നിരകളാവേണ്ടി വരും. അവൻ കൊലപാതകിയാണ്. പുറത്തേക്ക് വിട്. കൊലപാതകിയെ പുറത്തേക്ക് വിടാൻ. കൊലപാതകിയാണ്. അവനെ പുറത്തേക്ക് വിടാൻ. അവനെ കൊലപാതകിയാണ്. പുറത്തേക്ക് വിടാൻ. അവനെ പുറത്തേക്ക് ഇറക്ക്. നിങ്ങളൊന്ന് നിർത്തൂ, പുറത്തേക്ക് വിടാൻ. ഒന്ന് നിർത്തൂ. ദൈവത്തെ ഓർത്തൊന്ന് നിർത്തൂ. നഷ്ടപ്പെട്ട ഒരു ജീവനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ഒരു തവണ നിങ്ങൾ എന്റെ ജ്യേഷ്ഠത്തി പറയുന്നൊന്ന് കേൾക്കൂ. വേണ്ട, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. അവന്റെ അപ്പനും അമ്മയൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ പറഞ്ഞാലും അവനിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. വേണ്ട, മനസ്സിലാക്കൂ, യേശു ഒന്നും ചെയ്തിട്ടില്ല. കേട്ടാലും അമ്മയ്ക്കും പിതാവിനും ഒരബദ്ധം വരാൻ പാടില്ല. പിന്നെ ജീവനും വരരുത്. നീ എങ്ങോട്ടാ പോകുന്നത് യേശു? മേരി ചെറിയമ്മ പറഞ്ഞതല്ലേ നീ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്ന്? അതെ, പക്ഷെ എനിക്കൊന്ന് ജീവനെ കണ്ടേ പറ്റൂ. അവനിപ്പോൾ മരിക്കാൻ പാടില്ല യാക്കോബ്. പക്ഷെ പുറത്തെല്ലാവരും വളരെ ദേഷ്യത്തിലാണ്. അവരൊരു പക്ഷെ നിന്നെ ഉപദ്രവിച്ചാലോ? അത് സാരമില്ല ആശയ, എനിക്ക് പക്ഷെ ജീവനെ കണ്ടേ മതിയാവൂ. അമ്മ പറഞ്ഞത് ജീവനെ ദൈവപിതാവിന്റെ അടുക്കലേക്ക് വിളിച്ചുവെന്നാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ പിന്നെ പിതാവ് ജീവനെ നമുക്ക് തിരിച്ചു തന്നാലോ? ചക്രവർത്തിയുടെ മകൻ അധികാരത്തിലേറുമ്പോൾ തന്നെ സാത്താന്റെ യഥാർത്ഥ കളി ആരംഭിച്ചു കഴിഞ്ഞു. ആ കളിയുടെ ആദ്യത്തെ ദൃശ്യമായിരിക്കും ജീവന്റെ മരണത്തിന് ഉത്തരവാദിയായി യേശുവും കുടുംബവും മിശ്രയിമിൽ നിന്ന് നാട് കടത്തുന്നത്. രണ്ടാമത്തെ ദൃശ്യത്തിൽ അവരുടെ സമീപത്ത് തന്നെ എത്തും. പിന്നെ ഈ പുതിയ ചക്രവർത്തിയുടെ കരത്താൽ മറ്റൊരു മരണം കൂടി. യേശുവിന്റെ മരണം. അവൻ കൊലപാതകിയാണ്. ആ കൊലപാതകിയെ പുറത്തേക്ക് ഇറക്കി വിട്. അവനെ പുറത്തേക്ക് വിടാൻ. എന്നെ ഒന്ന് വിശ്വസിക്കൂ, എന്റെ മകൻ നിരപരാധിയാണ്. ജീവൻ അവന്റെ കൂട്ടുകാരനാണ്. അവൻ അവന്റെ കൂട്ടുകാരനെ എന്തിനു ദ്രോഹിക്കണം? ഇവള് പറയുന്ന നുണയാണ്. യേശുവും ജീവനും ഒരിക്കലും കൂട്ടുകാരായിരുന്നില്ല. അവൻ ഇഷ്ടമില്ലായിരുന്നിട്ട് പോലും ഞങ്ങളാണ് അവനോട് യേശുവായിട്ട് കൂട്ടുകൂടാൻ പ്രേരിപ്പിച്ചത്. ഞങ്ങൾ കരുതിയത് നിന്റെ മകൻ നല്ലൊരു കുട്ടിയായിരിക്കുമെന്നാണ്. ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. അവനൊരു കൊലപാതകിയായിരിക്കും. ഇനി ഒരു പക്ഷേ യേശു പറഞ്ഞ സത്യമായിരിക്കോ? ഇനി ചിലപ്പോൾ ജീവൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരുമോ? ഉറപ്പായും സംഭവിച്ചിരിക്കും. കാരണം എന്റെ യേശു സഹോദരൻ വ്യത്യസ്തനാണ്. പരമപിതാവ് മറ്റാരുടെ പ്രാർത്ഥന കേട്ടാലും ഇല്ലെങ്കിലും യേശു സഹോദരന്റെ പ്രാർത്ഥന ഉറപ്പായും കേൾക്കും. ഓർമ്മയുണ്ടോ എന്റെ ചീരുവിനെ ജ്യേഷ്ഠൻ രക്ഷപ്പെടുത്തിയത്? ആർക്കറിയാം, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ? ആ 4 ദിവസവും ജീവൻ യാത്രയിലുടനീളം യേശുവിനെതിരായി സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ തന്നെയാണ് കുറ്റക്കാരി. ഒരുപക്ഷെ ഞാൻ എന്റെ മകന്റെ വാക്കുകൾ കേട്ടിരുന്നുവെങ്കിൽ അവൻ ഇന്ന് എന്നോടൊപ്പം ജീവനോടെ ഉണ്ടായിരുന്നേനെ.
നിന്റെ പിതാവിനെ എല്ലാ വേദനകളിൽ നിന്നും മോചിപ്പിക്കുക. നിനക്കതിന് കഴിയും. ചെല്ല്. അങ്ങ് വന്നത് നന്നായി യുവരാജൻ. വൈദ്യൻ ചക്രവർത്തിക്ക് ഔഷധം നൽകാൻ തുടങ്ങുകയായിരുന്നു. ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചക്രവർത്തി സുഖപ്പെടും. അതെന്തായാലും നല്ല കാര്യം തന്നെ. ഞാൻ എന്റെ പിതാവിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഈ ഔഷധം ഇദ്ദേഹത്തെ കുടിപ്പിക്കും മുൻപ് ഞാൻ എന്റെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ കണ്ണുകൾ അടച്ച് എന്റെ കൂടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമാവും. ഉറപ്പായും യുവരാജൻ, ഞങ്ങൾ ഉറപ്പായും പങ്കെടുക്കും. വിദ്വാൻമാരിൽ വിദ്വാൻ, മഹാശക്തിശാലി, ചക്രവർത്തിമാരുടെ ചക്രവർത്തി ഇപ്പോൾ വളരെ കഷ്ടതയിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. എത്രയും വേഗം തന്നെ എന്റെ പിതാവ് ഈ കഷ്ടതയിൽ നിന്നും മുക്തനായി തീരട്ടെ. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ തുറന്നാലും പിതാവേ, ഈശ്വരൻ ഉറപ്പായും അങ്ങയെ രക്ഷിക്കും. എന്റെ പരമപിതാവേ, അങ്ങ് സമയമാകും മുൻപ് തന്നെ ജീവനെ അങ്ങയുടെ പക്കലേക്ക് വിളിച്ചു. അങ്ങ് കാണുന്നില്ലേ ജീവന്റെ അച്ഛനും അമ്മയും എത്ര വിഷമത്തിലാണെന്ന്? പിന്നെ എന്റെ അച്ഛനും അമ്മയും മറ്റുള്ളവരും ഒന്നും വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാനേ സാധിക്കുന്നില്ല പിതാവേ. എന്റെ പരമപിതാവേ, ഇവരെല്ലാം നിരപരാധികളാണ്. ഇവരെ ശിക്ഷിക്കരുതേ. ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, ഇവരുടെ ദുഃഖമെല്ലാം മാറ്റിക്കൊടുക്കണേ. വിഷമിക്കേണ്ട ആവശ്യമില്ല. തിരുമനസുടൻ തന്നെ സുഖം പ്രാപിക്കും. കുറച്ചു നേരത്തെ കാത്തിരിപ്പ് മാത്രം. ചക്രവർത്തിയുടെ മൃത്യുവിനൊപ്പം യേശുവിലേക്കുള്ള ദൂരം ഇനിയും കുറയും. എന്റെ പരമപിതാവേ, എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണേ. ജീവനെ അങ്ങ് രക്ഷപ്പെടുത്തണേ. അതെ യേശു. യേശു, യേശു, എന്റെ മകന്റെ ജീവൻ എടുത്തിട്ട് നിനക്ക് മതിയായില്ലെന്നുണ്ടോ? ഇനി നിനക്ക് ഇവിടെ നിന്ന് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞതല്ലേ പുറത്തേക്ക് വരരുതെന്ന്. കൊലപാതകയാണ്. ഈ കൊലപാതകയെ വെറുതെ വിടരുത്. കൊലപാതകയെ വെറുതെ വിടരുത്. കൊലപാതകയെ വെറുതെ വിടരുത്. എഴുന്നേൽക്ക് ജീവൻ, നീ ഇനിയും ജീവിക്കണം. എഴുന്നേൽക്ക്. എഴുന്നേൽക്കാൻ നിനക്ക് കഴിയില്ല. മരിക്കുക.
മരിക്കുക. എഴുന്നേൽക്ക് ജീവൻ, എഴുന്നേൽക്ക്. ജീവൻ, ജീവൻ, നിനക്ക് സുഖമായല്ലോ ജീവൻ. എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഈ പട്ടാപകൽ സ്വപ്നമൊന്നും അല്ലല്ലോ കാണുന്നേ. അല്ലല്ല, നീ സ്വപ്നമൊന്നുമല്ല കാണുന്നത്. ഇത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ മകന് ഒരു കുഴപ്പമില്ല. യേശു, ഇത് ശരിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. യേശു എങ്ങനെയാണ് ജീവന് ജീവൻ കൊടുത്തത്? നമ്മളെല്ലാവരും ജീവൻ മരിച്ചു പോയത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ഇത് വളരെ വിചിത്രമായിരിക്കുന്നു. ഇതിന് വല്ല മന്ത്രവാദവുമാണോ? യേശുവിനെ വല്ല പിശാചും ബാധിച്ചിട്ടുണ്ടോ? അത് ശരിയാ. അവനെ എന്തോ പിശാച് ഓടിയിട്ടുണ്ട്. അതെ അതെ, പിശാച് കൂടി. അത് ഉറപ്പാണ്. അതെ അതെ തന്നെയാണ്. പിശാച് ബാധിതനായിരിക്കും. അതെ അതെ അതെ. മേരി, ഇവിടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല. നീ യേശുവിനെയും കൂടി അകത്തേക്ക് പോകും. ശരി, വാ മോനെ. എന്താ അമ്മ? അമ്മ എന്തിനാ എന്നെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്? ജീവൻ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവർ ദേഷ്യപ്പെടുന്നത്? ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായാലും അതിനെ ചോദ്യം ചെയ്യാനും ആളുകൾ ഉണ്ടാകും മോനെ. ഞാൻ പറയുന്നത് മോൻ കേൾക്ക്. നമുക്ക് അകത്തേക്ക് പോകാം. മോനെ വാ. എന്ത് മന്ത്രമാണ് അവൻ പ്രയോഗിച്ചതെന്ന് യേശുവിനോട് ആരെങ്കിലും ചോദിച്ചോ? ഇതുവരെ ഇങ്ങനെ ഒന്നും ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മരിച്ചുപോയ ഒരാളെ ആരെങ്കിലും ജീവനുള്ളതാക്കുമോ? നമുക്കിത് അറിയണം. യേശുവിൽ പൈശാചിക ശക്തിയുണ്ട്. അതെ അതെ, അത് ശരിയാണ്. പിശാചിന്റെ ശക്തിയുള്ള ആൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നേ. അതെ അതെ, അത് ശരിയാണ്. ആളുകൾക്ക് ദേഷ്യം വരുമ്പോ അവരുടെ ബുദ്ധി പ്രവർത്തിക്കുകയില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ശരിക്കും ദൈവപുത്രനെയാണ് ഇവർ പൈശാചിക ശക്തിയുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ക്രൂശിക്കുന്നെന്ന്. ഞാൻ എത്ര നാളുകളായി ഇങ്ങനെ ഒരു ദിവസത്തിനായി കാത്തിരിക്കുന്നു. ഈ സിംഹാസനത്തിലേക്ക് ഒരു പുതിയ രാജാവ് ഉപവിഷ്ടനാകാൻ പോകുന്നു. എന്റെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജാവ്. അവനവന്റെ സ്വന്തം പിതാവിനെ കൊന്നതുപോലെ അങ്ങനെ തന്നെ ഇവൻ യേശുവിനെയും അവസാനിപ്പിക്കും. മോക്ഷത്തിലേക്ക് എടുക്കപ്പെട്ട നമ്മുടെ ഈ പിതാവ് ഒരു നല്ല ചക്രവർത്തിയായിരിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ഇദ്ദേഹം ഒരു ഭ്രാന്തനും അഹങ്കാരിയും തന്നിഷ്ടക്കാരനും സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുന്നവനും അങ്ങനെ പലതുമായിരുന്നു. ഞാൻ ഇതെല്ലാം തന്നെ വളരെ ദുഃഖത്തോടെയാണ് നിങ്ങളോട് പറയുന്നത്. ഈ കിടക്കുന്ന പാവം എന്റെ പിതാവ് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പല പദ്ധതികളും ഉണ്ടായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഒന്നും തന്നെ പൂർത്തീകരിക്കാനായില്ല. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ സമയം അങ്ങയ്ക്ക് വാക്ക് നൽകുന്നു. പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ അങ്ങയുടെ ആഗ്രഹങ്ങളെല്ലാം നാം പൂർത്തീകരിച്ചിരിക്കുമെന്ന്.
നമ്മുടെ പിതാവിന് ഈ സിംഹാസനം സ്വന്തം ജീവനേക്കാൾ പ്രധാനമായിരുന്നു. അദ്ദേഹമല്ലാതെ മറ്റാരും ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടമേ ആയിരുന്നില്ല.